നസീർ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ബീഹാർ ഉപതെരഞ്ഞെടുപ്പിൽ 2/3 ഭൂരിപക്ഷത്തിലാണ് BJP സഖ്യം അധികാരത്തിലെത്തിയത്. ജനതാദളിന്റെ നിതീഷ് കുമാർ ആയിരുന്നു മുഖ്യമന്ത്രി. എന്നാൽ ഏറെ വൈകാതെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയും BJPയുടെ സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അതിനുശേഷം നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ ഞെട്ടിച്ചുകൊണ്ട് പരമ്പരാഗതമായി BJP കൈവശപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. BJPയുടെ ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നിതിൻ നവീൻ രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ BJP പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നിതിൻ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് പ്രശാന്ത് കിഷോറാണ്. പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 232 സീറ്റിൽ മത്സരിച്ചെങ്കിലും എല്ലാ സീറ്റിലും തോറ്റിരുന്നു. എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി വളർന്നു വരുന്നു എന്നതിൻ്റെ സൂചനയാണ് പ്രശാന്ത് കിഷോറിന്റെ നിയമസഭയിലേക്കുള്ള കന്നിപ്രവേശനം. ബീഹാർ രാഷ്ട്രീയത്തിൽ അടിമുടി മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി ഇത് കാണേണ്ടി വരും. കോൺഗ്രസ് പാർട്ടിയെയും ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയെയും ഒക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് പ്രശാന്ത് കിഷോറിന്റെ പുതിയ പാർട്ടി പ്രധാന പ്രതിപക്ഷമായി മാറുന്നതിൻ്റെ സൂചനയാണ് ഈ അപ്രതീക്ഷിതമായ വിജയം. ഇത് നൽകുന്ന സൂചന പാറ്റ വിപ്ലവം യുവജനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പിന്തുണച്ചതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് അനേകം യുവാക്കൾ പാറ്റ വിപ്ലവ സമയത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അവരൊക്കെ BJPക്ക് പകരം തെരഞ്ഞെടുത്തത് പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഈ ഞെട്ടിക്കുന്ന BJP തോൽവി. ഇതാണ് ജൻസിയുടെ തീരുമാനമെങ്കിൽ BJPക്ക് തീർച്ചയായും വലിയ വെല്ലുവിളികളെ നേരിടേണ്ടി വരും. രാജ്യവ്യാപകമായി BJP വലിയ മുന്നേറ്റം നടത്തി അധികാരം ഉറപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ BJP വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ബീഹാറിലുണ്ടായ ഈ തിരിച്ചടി, അതും BJPയുടെ ദേശീയ പ്രസിഡന്റ് രാജിവെച്ച ഒഴിവിൽ പകരം BJPക്ക് സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന അവസ്ഥ BJPക്ക് തീർച്ചയായും ക്ഷീണമുണ്ടാക്കും. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷി BJPക്ക് ഉണ്ടെങ്കിലും ഇത് വലിയൊരു സൂചനയാണ്. ന്യൂജൻ വോട്ടർമാർ BJPയെ കൈവിടുന്നു, അവർ പകരം വഴികൾ തേടുന്നു എന്നതിൻ്റെ സൂചന. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ കേന്ദ്ര സർക്കാരുണ്ടായ പാളിച്ച മറച്ചു വയ്ക്കാൻ നടത്തിയ ശ്രമമാണ് വാസ്തവത്തിൽ പാറ്റകളുടെ സൃഷ്ടിക്ക് കാരണമായത്. പാറ്റകളുടെ ശക്തിക്ക് മുമ്പിൽ മോദിക്ക് തോൽക്കേണ്ടി വന്നു. ആ തോൽവി തുടരുകയാണ് എന്ന് വ്യക്തമാക്കുന്നു ഇപ്പോഴത്തെ ഈ തിരിച്ചടി. ശ്രീജിത്ത് ദിവാകരൻ ഇങ്ങനെ എഴുതുന്നു: ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയുടെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ബങ്കിപ്പൂർ ഒരു നിയമസഭാ മണ്ഡലമായി രൂപപ്പെട്ടത് അന്നു മുതൽ BJPയുടെ കോട്ടയാണ്. ആ കോട്ടയാണ് ഇന്ന് പൊളിഞ്ഞിരിക്കുന്നത്. 2010 UPA സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തകർന്നടിഞ്ഞ് ഒരു വർഷത്തിന് ശേഷവും BJPയുടെ നിതിൻ നബീൻ എന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വിജയിച്ച് കയറുന്നത് 60,000 വോട്ടുകൾക്കപ്പുറത്ത് ഭൂരിപക്ഷത്തിലാണ്. ആകെ പോൾ ചെയ്ത വോട്ടിന് 72% നേടി. 2025 വരെ തുടർച്ചയായി 4 തെരഞ്ഞെടുപ്പുകളിൽ നിതിൻ നിബിൻ അവിടെ നിന്ന് വിജയിച്ചു. BJP അഖിലേന്ത്യാ അധ്യക്ഷനായി അപ്രതീക്ഷിതമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഒഴിവ് വന്നപ്പോഴാണ് ബംഗിപ്പൂരിൽ ജൻസ്വരാജ് പാർട്ടിയുടെ ബാനറിൽ സാക്ഷാൽ പ്രശാന്ത് കിഷോർ മത്സരിക്കുന്നത്. സാധാരണഗതിയിൽ BJP പാട്ടും പാടി ജയിക്കേണ്ട മണ്ഡലമാണ്. പക്ഷേ രാജ്യത്ത് കാറ്റുമാറി വീശുന്നതിൻ്റെ സൂചനയായി ഡൽഹിയിലെ കൊടുങ്കാറ്റ് ബീഹാറിനെയും ബാധിച്ചതിൻ്റെ ഭാഗമായി പ്രശാന്ത് കിഷോർ ജയിച്ചു. പ്രശാന്ത് കിഷോർ ജയിച്ചതിൻ്റെ രാജ്യത്തെ മതേതരവാദികൾ സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? പ്രശാന്ത് കിഷോറിനെ വിശ്വസിക്കാമോ? സന്തോഷിക്കാം. വിശ്വസിക്കാനാവില്ല എന്നുള്ളതാണ് 2 ചോദ്യത്തിനുമുള്ള ഉത്തരം. സന്തോഷിക്കാനാകുന്നത് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രതിനിധീകരിച്ചിരുന്ന അവരുടെ കോട്ട തകർന്നുവെന്നതുകൊണ്ട് മാത്രമല്ല, പ്രതിപക്ഷത്തുള്ള 2ാം സ്ഥാനത്തെത്തേണ്ട RJD വിജയിക്കാനുള്ള സാധ്യത പ്രശാന്ത് കിഷോറിനാണ് എന്ന് മനസ്സിലാക്കി അവസാന നിമിഷം വോട്ടുകൾ അവർക്ക് മറിക്കാനും തയ്യാറായി. അഥവാ BJPയെ തോൽപ്പിക്കുക എന്ന അജണ്ട അവിടെ വിജയിച്ചു. വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതോ? RSSനെ വിജയത്തിലെത്തിക്കാൻ അഹോരാത്രം പണിയെടുത്ത ആളാണ് പ്രശാന്ത് കിഷോർ. അയാളുടെ താല്പര്യം നമ്മൾ കരുതുന്ന മതേതര രാഷ്ട്രീയത്തിലൊന്നുമല്ല, മിഡിൽ ക്ലാസ് സെന്റിമെന്റലിസത്തിലാണ്. നാളെ കൂടുതൽ വലിയ ഓഫറുമായി മോഡിയും സംഘവും എത്തിയാൽ അങ്ങോട്ട് തിരിയുന്ന ആളാണ് അയാൾ. പക്ഷേ ഇന്നല്ലേ വിജയം, ഇന്നത്തെ വിജയമാണ്. അത് ആഹ്ലാദിക്കാനുള്ളതാണ്. മധ്യപ്രദേശിലെ ദൗത്യ മണ്ഡലം 2023 കോൺഗ്രസ് തിരിച്ചുപിടിച്ചാണ്. കോൺഗ്രസ് MLA രാജേന്ദ്ര പ്രസാദിനെ ചീറ്റിംഗ് കേസിൽ 3 വർഷത്തെ തടവിന് വിധിച്ചതോടെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. BJP വിജയം ഉറപ്പിച്ചതായിരുന്നു അവിടെ. പ്രത്യേകിച്ചും നരോത്തം മിശ്ര എന്ന മധ്യപ്രദേശ് BJPയുടെ മുതിർന്ന നേതാവിൻ്റെ തട്ടകമെന്ന നിലയിൽ. പക്ഷെ അവിടെയും ഡൽഹി ഭൂചലനത്തിൻ്റെ ആഫ്റ്റർ ഷോക്ക് സംഭവിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ മഞ്ഞർപൂർ മണ്ഡലം BJP നിലനിർത്തിയെന്നത് ശരിയാണ്. 2022 75.85% വോട്ട് 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നേടിയാണ് BJP ജയിച്ചതെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷം 30,000-ത്തിനപ്പുറം മാത്രമാണ്. അഥവാ 1% മനുഷ്യർ BJPക്ക് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് ഇത്തവണ കരുതിയിട്ടുണ്ട്. മറ്റു പലതുമുണ്ടെങ്കിലും ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് അതിൽ വലിയ പങ്കുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു.
ജനാധിപത്യത്തിൽ സന്തോഷിക്കാവുന്ന ദിവസമാണിത്. ചുരുക്കി പറഞ്ഞാൽ ബീഹാറിലെ BJPയുടെ കരുത്തേറിയ കോട്ടയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ തിരിച്ചടി വലിയ തോതിൽ പ്രതിപക്ഷം ആഘോഷിക്കുന്നു. BJPയെ അട്ടിമറിക്കാം, ഒരുമിച്ച് നിന്നാൽ എന്ന സന്ദേശം അവർ ഇതിൻ്റെ ഭാഗമായി എടുക്കുന്നു. ഡൽഹിയിലെ പാറ്റകളുടെ സമരം വലിയ തോതിൽ യുവാക്കളെയും സമൂഹത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന് തെളിവായി മാറുകയാണ് ബീഹാറിലെ ഈ വലിയ തിരിച്ചടി.